കഴിഞ്ഞ മാസം ഞാൻ ചെന്നൈക്ക് പോകാനിരിക്കുന്ന സമയത്ത് ഞാൻ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു ഒരു വയസ്സായ ഒരു സ്ത്രീ, ഒരു പ്രായമുള്ള സ്ത്രീ, അവർക്ക് ഒരു 75-80 വയസ്സോളം പ്രായമുണ്ട്, വെരി ഓൾഡ്. അപ്പോൾ അവർ ഞാൻ മറ്റേ അവിടുത്തെ കോഫി ഷോപ്പിൽ, മറ്റേ എയർപോർട്ടിലുള്ള കോഫി ഷോപ്പിൽ തിരിഞ്ഞ് നിന്ന് കാപ്പി കുടിച്ചോണ്ടിരിക്കുക. അപ്പോൾ കാപ്പി കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ ഇരുന്നോട്ടെ മോനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ ഇരുന്നോന്ന് പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം എന്നെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ഡൽഹിക്ക് മകനെ കാണാൻ വേണ്ടി പോകും. ഞാൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ എൻ്റെ ഇൻ്റർവ്യൂ ഈ പ്രത്യേകിച്ച് 75+ ഒരാൾ ഇരുന്ന് കാണുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു വർഷം മുന്നേ ഹസ്ബൻഡ് മരിച്ചു, മകൻ്റെ അടുത്ത് പോയി നിൽക്കാനൊന്നും അധികം ഇഷ്ടമില്ല, വീട്ടിൽ നമ്മുടെ നാടൊക്കെ അല്ലേ നമുക്ക് ഇഷ്ടം, അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക, എത്രയോ വർഷത്തെ പ്രണയമൊക്കെ ഇവരിങ്ങനെ കഥ പറഞ്ഞു. അപ്പം ഭർത്താവ് മരിച്ചിട്ട് ഒരു ദിവസം വീട്ടിൽ എന്ത് ചെയ്യണം, ഭയങ്കര ഒറ്റപ്പെടൽ, ലോൺലിനെസ് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ഒരു ദിവസം രാത്രി ഉറക്കമില്ലാതെ 12 മണിക്ക് അടുക്കളയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ജോലിക്കാരി എന്തോ കണ്ടിട്ട് അവൾ അട്ടഹസിക്കുന്നു, ചിരിക്കുന്നു. ഇവിടെ രാത്രി കാലങ്ങളിൽ ഇവൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ ഇവളോട് ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാ മോളെ ഇത് ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശ്രീനിവാസന് ഒരു മോനുണ്ട്, പുള്ളി ഭയങ്കര തമാശയാണ്, അമ്മ ഒന്ന് കണ്ടോക്ക്, വെറുതെ ഇരുന്ന് രാത്രിയൊക്കെ കാണാം, പുള്ളി വീട്ടുകാരെ പറ്റിയിട്ടും കുടുംബക്കാരൊക്കെ പറ്റിയിട്ടൊക്കെ കുറ്റം പറഞ്ഞൊക്കെ ഭയങ്കര അതൊക്കെ പറഞ്ഞിട്ട് ഈ ജോലിക്കാരി പറഞ്ഞിട്ട് ഈ രാത്രി 11-12 മണിയോ സമയത്തൊക്കെ ഈ അമ്മ ഇരുന്നിട്ട് കുത്തിയിരുന്ന് കാണും അത്രേ.